പ്രിയപ്പെട്ട മക്കളെ, ജെറുസലം പ്രയർ ലൈനിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വലിയ ദാഹത്തോടെ അനേകായിരങ്ങൾ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. വലിയ ആഴ്ചയിലെ ദുഃഖശനിയാഴ്ചയാണിന്ന്. നീ എടുത്ത ത്യാഗത്തിനും പ്രായശ്ചിത്തത്തിനും പരിഹാര പ്രവർത്തികൾക്കും ദൈവം ഒരു സമ്മാനം ഒരുക്കി വച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഈ പുണ്യമായ ദിനത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്തൊക്കെ വർദ്ധിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സമ്പത്ത്, ആരോഗ്യം, സന്താനം, സൗഹൃദങ്ങൾ, ജോലികൾ, എന്തൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടോ വർദ്ധിപ്പിക്കുന്ന ദൈവം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അനുഗ്രഹം വർദ്ധിക്കണമെങ്കിൽ 1, ദൈവഹിതമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. 2, ദൈവസ്വരം ശ്രവിക്കണം, ദൈവവചനം ശ്രവിക്കണം. മനസ്സിൽ കുറിച്ചു വയ്ക്കുക, അനുസരണം സമം അനുഗ്രഹമാണ്. നിനക്കായി കരുതി വെച്ച അനുഗ്രഹം മറ്റൊരുവൻ തട്ടിക്കൊണ്ടു പോകാതെ ദൈവം നിന്നെ കാത്തുരക്ഷിക്കും. അബ്രാഹാം എങ്ങനെ അനുഗ്രഹീതനായി തീർന്നത്? തൻ്റെ ഏകജാതനെ പോലും ബലി കഴിക്കാൻ തിരുമനസ്സായ അബ്രാഹത്തിൻ്റെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ അവരുടെ അനുസരണമാണ് ദക്ഷിണീയ ചരിത്രത്തിൽ മാതൃകയായി നിൽക്കുന്നത്. അതിനുള്ള സമ്മാനമോ കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും അവിടുന്ന് സന്താന സമൃദ്ധി നൽകും. ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേകമായ കാര്യം അറിയിക്കുകയാണ്. ഇതുവരെ എത്ര വചനങ്ങൾ നമ്മൾ കേട്ടു? ആ വചനങ്ങളിൽ നിന്ന് 7 വചനങ്ങൾ തിരഞ്ഞെടുക്കുക. 7 അനുഗ്രഹങ്ങളും നിങ്ങൾ എഴുതി വയ്ക്കുക. 49 ദിവസം ഓരോ വചനവും ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ പറയണം. 187 വചനങ്ങളിൽ നിന്ന് 7 വചനം തിരഞ്ഞെടുത്ത് എഴുതുക. 7 അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നിയോഗങ്ങളും എഴുതി വയ്ക്കുക. 49 ദിവസം ഓരോ വചനങ്ങളും ഓരോ അനുഗ്രഹങ്ങളും ഒരേ പ്രാവശ്യം വായിക്കുക. 50-ാമത്തെ ദിവസം നിന്റെ മുമ്പിൽ കർത്താവ് ഒരു സമൃദ്ധി കൊണ്ടുതരും. 3 കാര്യം മറക്കരുത്. വചനം വായിക്കണം, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം. ഇത് അനുഷ്ഠിക്കുമെങ്കിൽ 50-ാം ദിവസം ഒരു അനുഗ്രഹ സമൃദ്ധി ഇതിൽ സംബന്ധിക്കുന്ന സർവ്വ മക്കൾക്കും ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനം, ഈ ദൂത് നീ സ്വന്തമാക്കിക്കൊണ്ട് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുക. നിനക്കും സമൃദ്ധി ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.